നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ചാപ്റ്റർ ഇക്വേഷൻസ് 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. V = U + AT, S = UT + ½ AT², V² = U² + 2AS. അങ്ങനെ 3 ഇക്വേഷൻ പഠിച്ചായിരുന്നു. ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു 2-3 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ വീണ്ടും കൊറോണയൊക്കെ വന്ന് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി കുറച്ചുള്ളത് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞായിരുന്നു, ചാപ്റ്റർ മൊത്തം തീർത്തായിരുന്നു നമ്മൾ ആ സമയത്ത്. ഇനി ഇത് കഴിഞ്ഞ് കുറച്ച് എക്സർസൈസും കാര്യങ്ങളുമാണുള്ള ചാപ്റ്ററിൽ നിന്ന്. അപ്പൊ അതില് ലെക്ചേഴ്സ് എസ്എസില് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും, ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനും രണ്ടാമത്തത് സ്പീഡ് ടൈം ഗ്രാഫ്, ദാറ്റ് മീൻസ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനും ആയിരുന്നു. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുക. അതില് ഒന്നാമത്തത് ടൈം 0, 3, 6, 9, 12, 15, 18, പൊസിഷനിൽ 0, 5, 10, 15, 20, 25, 30. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക. രണ്ടാമത്തതില് ടൈം 0, 2, 4, 6, 8, 10, സ്പീഡ് 10, 15, 20, 20, 20, 50. അത് വെച്ചിട്ട് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫും വരയ്ക്കുക. ഈ 2 ഗ്രാഫും വരച്ചതിന് ശേഷം അതിന്റെ പടം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. അത് എല്ലാ കുട്ടികളും ആ 2 ഗ്രാഫിന്റെ പടം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ മൂന്നാമത്തെ ലെറ്റേഴ്സ് എസ്എസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതില് ഗ്രാഫാണ് വരച്ചിട്ടിട്ടുള്ളത്. ഇവിടെ ഇതില് Y ആക്സിസിലെ വെലോസിറ്റിയും X ആക്സിസിലെ ടൈമും ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗ്രാഫ് കാണുമ്പോഴേ അറിയാം ദാറ്റ് ഇസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഈസ് ദ മോഷൻ ഓഫ് ദ ഒബ്ജക്ട് യൂണിഫോം ഓർ നോൺ യൂണിഫോം? ഇതിൽ കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ മോഷൻ യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് യൂണിഫോം ആയിരിക്കും. യൂണിഫോം മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ ഒബ്ജക്ട് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനുള്ള ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് യൂണിഫോം ആയിരിക്കും, മീൻസ് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും അതിനുണ്ടാകുന്നത്. ഇവിടെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി യൂണിഫോം അല്ല. ഫസ്റ്റ് 0, then 1, 2, ഇങ്ങനെ 2 വരെ വെലോസിറ്റി കൂടിയ ശേഷം പിന്നെ വീണ്ടും വെലോസിറ്റി താഴ്ന്ന 0യിലേക്ക് പോവാണ്. സോ ദ ഒബ്ജക്ട് ഡസ് നോട്ട് ഹാവ് എ യൂണിഫോം സ്പീഡ്. അപ്പോൾ ഒബ്ജക്റ്റിന്റെ മോഷൻ യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസർ വരുന്നത് ദ മോഷൻ ഓഫ് ദ ഒബ്ജക്ട് ഈസ് നോൺ യൂണിഫോം. ഇത് യൂണിഫോം അല്ല, നോൺ യൂണിഫോം ആണ്. ദെൻ രണ്ടാമത്തത്, സേ വെദർ ദ ആക്സിലറേഷൻ ഫ്രം O to A ഈസ് യൂണിഫോം, വാട്ട് ഈസ് അബൌട്ട് A to B? ഇനി ആക്സിലറേഷൻ യൂണിഫോം ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. യൂണിഫോം ആക്സിലറേഷൻ കാണിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. If the velocity time graph is a straight line inclined with x-axis, that shows uniform acceleration എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് x-axisന് ഇൻക്ലൈൻഡ് ആയിട്ട്, x-axisന് ചരിഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഗ്രാഫ് എങ്കിൽ അത് യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ x-axisന് ഇൻക്ലൈൻഡ് ആയിട്ട് x-axisൽ ചരിഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ഇറ്റ് ഷോസ് യൂണിഫോം ആക്സിലറേഷൻ. അപ്പൊ O to A യൂണിഫോം ആക്സിലറേഷൻ ആണ്. അതുപോലെ A to B യും സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷെ അത് മുകളിലേക്കല്ല താഴേക്കാണ് വരുന്നത്. സോ ആക്സിലറേഷൻ അല്ല, പകരം റിട്ടാർഡേഷൻ ആണ്. പക്ഷെ അത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അതും യൂണിഫോം ആണ്, യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറയാം. നമുക്കപ്പോ O to A യൂണിഫോം ആക്സിലറേഷനും A to B യൂണിഫോം റിട്ടാർഡേഷനും ആണ്. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്, വെദർ ദ ആക്സിലറേഷൻ from O to A is uniform, what about from A to B? അപ്പോ O to A യൂണിഫോം ആക്സിലറേഷൻ ആണ്, A to B യും യൂണിഫോം ആണ്. പക്ഷേ ആക്സിലറേഷൻ അല്ല, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് അതിന് നമുക്ക് യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറയേണ്ടി വരും. അപ്പൊ അതാണ് നമ്മുടെ 3rd ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ 4th ക്വസ്റ്റ്യനിൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. Y ആക്സിസിലെ വെലോസിറ്റിയും X ആക്സിസിലെ ടൈമും ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പൊ അതിൽ ഒരു ഗ്രാഫ് തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 4th ക്വസ്റ്റ്യൻ നോക്കുക ടെസ്റ്റില്. അപ്പോൾ A to B, B to C, C to D, ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത വെലോസിറ്റിയും ടൈമും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ A തൊട്ട് B വരെ നമുക്ക് കാണുമ്പോൾ അറിയാം, A തൊട്ട് B വരെ ആ ഗ്രാഫിൽ വെലോസിറ്റി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. 0യിൽ നിന്ന് 2 സെക്കൻഡ് കൊണ്ട് അതിന്റെ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡിലെത്താണ്. അതിനുശേഷം 3, 4,
5, 6 അത്രയും ടൈം ഇന്റർവെല്ലിൽ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. 3 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. സോ ദ വെലോസിറ്റി ഈസ് യൂണിഫോം ഫ്രം ബി ടു സി. അതായത് 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ തന്നെ അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിയിൽ എത്തിയതിനു ശേഷം 6ാമത്തെ സെക്കൻഡിൽ നിന്ന് 7ാമത്തെ സെക്കൻഡിലേക്ക് അതിന്റെ വെലോസിറ്റി ഡൗൺ ചെയ്ത് 0യിലേക്ക് തന്നെ വരാണ്. അപ്പൊ എ ടു ബി വെലോസിറ്റി കൂടുന്നു, ബി ടു സി വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, സി ടു ഡി വെലോസിറ്റി താഴുന്നു. ഇത്രയും മാത്രമേ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. അതായത് നാച്ചുറൽ വെലോസിറ്റി ഇൻക്രീസസ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പൊസിഷൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ വെലോസിറ്റി കൂടുന്ന പൊസിഷൻ എ ടു ബി ആണ്. സോ എ ടു ബി. ബി ടു സി, ബി ടു സി, ബി ടു സിയിലെ വെലോസിറ്റിയുടെ നാച്ചർ ആണ് ചോദിച്ചേക്കുന്നത്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. സോ ദ വെലോസിറ്റി ഈസ് യൂണിഫോം. യൂണിഫോം വെലോസിറ്റി എന്നാണ് എഴുതാനുള്ളത്. അടുത്തത് സി ടു ഡി. സിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ വെലോസിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞ് ആ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ വെലോസിറ്റി ഡിക്രീസസ്. ഇത്രയാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ എ ടു ബി വെലോസിറ്റി ഇൻക്രീസസ്, ബി ടു സി വെലോസിറ്റി does not changing, that means uniform velocity. C to D velocity decreases. അപ്പൊ അതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. then ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 5ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് if the velocity of a train which starts from 72 km/h, അതായത് ഒരു ട്രെയിനിന്റെ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് velocity of a train which starts from rest, velocity of a train which starts from rest, അതിന്റെ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ വെലോസിറ്റി 0 ആയിട്ട് എടുക്കാം. അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങിയാൽ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0യും ഒരു ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ചെയ്താൽ അത് ഓടി വന്ന് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ട്രെയിൻ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. എന്നിട്ടത് which starts from rest is 72 km/h after 5 minutes. 5 മിനിറ്റ് കഴിയുമ്പോൾ t is equal to 5 minutes. 5 മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി 72 km/h മാറണം. അപ്പൊ 5 മിനിറ്റ് എന്നതാണ് ഇവിടുത്തെ ടൈം. അപ്പോ ആ 5 മിനിറ്റ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ നമുക്കത് 300 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ടൈം 300 സെക്കൻഡ്. അപ്പൊ ആ 300 സെക്കൻഡ് കഴിയുമ്പോൾ ആ ട്രെയിനിന്റെ ഇപ്പോഴത്തെ വെലോസിറ്റി, ദാറ്റ് മീൻസ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 72 km/h ആണ്. km/h എന്ന് പറയുന്നത് സ്പീഡിന്റെ അല്ലെങ്കിൽ വെലോസിറ്റിന്റെ ഒരു ബേസിക് യൂണിറ്റ് അല്ല. അതിന്റെ ബേസിക് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അത് km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. പക്ഷെ ഇവിടെ അതും തന്നിട്ടുണ്ട്, ബ്രാക്കറ്റിൽ തന്നെ അത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതുന്നു 20 മീറ്റർ പെർ സെക്കൻഡ്. ഇത് തന്നിട്ടില്ലെങ്കിൽ നമ്മളത് ആ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി എഴുതണം. അങ്ങനെയുള്ള ഒരു പ്രോബ്ലവും നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് വെലോസിറ്റി ഇപ്പോൾ അത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, km/hലെ വെലോസിറ്റി അല്ല നമുക്ക് എടുക്കേണ്ടത്, നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലെ വെലോസിറ്റിയാണ് എടുക്കേണ്ടത്. After 5 minutes, find out the acceleration and the distance traveled by the train at this time. അപ്പൊ നമ്മളിവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക, അതോടൊപ്പം ഇത്ര സമയം കൊണ്ട് ഈ 300 സെക്കൻഡ് സമയം കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കും. അപ്പൊ നമുക്കിവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. A is equal to V minus U by T. ഇവിടുത്തെ V എന്ന് പറയുന്നത് 20 മൈനസ് U എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ T എന്ന് പറയുന്നത് 300. അപ്പൊ 20 by 30, sorry 300, that is 2 by 30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കിട്ടിയിരിക്കുന്നത് 2 by 30 നമുക്ക് വേണമെങ്കിൽ 1 by 15 എന്ന് എഴുതാം. 1 by 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ കിട്ടിയിട്ടുണ്ട്. A is equal to 1 by 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ ആക്സിലറേഷൻ. ഇനി നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഡിസ്പ്ലേസ്മെന്റ് എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, S equal to S ut plus half a t square. ഇതിൽ u 0 ആണ്, 0 into T 300 plus half into A 1 by 15 into T 300 into 300, 3 square T square ആണ്. So 300 into 300.
0 into 300 0, ബാലൻസ് വരുന്നത് ഹാഫ് ഇൻറ്റു 1/15 ഇൻറ്റു 300 ഇൻറ്റു 300. ഇതില് 15ഉം 300ഉം നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 20 എന്ന് കിട്ടും. ആ 20 2 വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 10 എന്ന് കിട്ടും. ബാലൻസ് 300 × 10 3000 മീറ്റർ ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാ നമ്മൾ എന്ത് ചെയ്തു? v-u/t ഇക്വേഷൻ ഇട്ടു. v20 - u0 ഡിവൈഡഡ് ബൈ ടൈം സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 5 മിനിറ്റിന് സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 300 എന്ന് വരും. 20 ഡിവൈഡഡ് ബൈ 300 0 ക്യാൻസൽ ചെയ്താൽ ബാക്കി 2/30. അതിന് നമ്മൾ 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മുകളിലും താഴെയും 2 കൊണ്ട് കിട്ടുമ്പോഴത്തേക്ക് 1/15 m/s² എന്ന് കിട്ടും. So the acceleration 1/15 m/s² എന്ന് വന്നു. നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ s = ut + half at² ആണ്. അപ്പൊ നമ്മൾ 0 into t 300 plus half into a എന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 1/15 ആണ് into t². t എന്ന് പറയുന്നത് 300 ആണ്. t² ആയതുകൊണ്ട് 300 into 300 നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് 0 into 300 0 ആണ്. സോ അത് ക്യാൻസൽ ചെയ്തു. ബാലൻസ് ഉള്ളത് ഹാഫ് ഇൻറ്റു a 1/15 into 300 into 300. അതിൽ 15ഉം 300ഉം വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് 20 എന്ന് കിട്ടും. ആ 20യും ഇവിടുത്തെ 2 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി 10 എന്ന് കിട്ടും. ബാക്കി 300. അപ്പോൾ 10 into 300 3000 മീറ്റർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 3000 മീറ്റർ ഈസ് ഈക്വൽ ടു 3 കിലോമീറ്റർ. അപ്പൊ അത്രയും സമയം കൊണ്ട്, ഈ 5 മിനിറ്റ് സമയം കൊണ്ട് ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇവിടെ 3 കിലോമീറ്റർ ആണ്. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കടന്നാല് ആറാമത്തെ. A car attains a velocity of 54 km/h. അതായത് ഒരു കാർ അറ്റൈൻ ചെയ്യുകയാണ്, കൈവരിക്കുകയാണ് അതിന്റെ വെലോസിറ്റി. അപ്പോൾ ഇപ്പോഴുള്ള വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് കൈവരിച്ചു. അപ്പോൾ ഇപ്പോഴുള്ള വെലോസിറ്റിയാണ് പറഞ്ഞേക്കുന്നത്. A car attains a velocity of 54 km/h. നേരത്തെ പറഞ്ഞു നമ്മൾ km/h ബേസിക് യൂണിറ്റ് m/s ആണ്. അത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതെടുത്ത് എഴുതുക. v = 15 m/s within 5 seconds. 5 സെക്കൻഡ് കൊണ്ടാണ് t = 5 സെക്കൻഡ്. 5 സെക്കൻഡ് കൊണ്ടാണ് അത് 15 m/s വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത്, കൈവരിക്കുന്നത്. എവിടെ നിന്ന്? അതിന് മുമ്പുള്ള വെലോസിറ്റി എത്രയായിരുന്നു? ഫ്രം ആൻ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് 18 km/h, ദാറ്റ് ഈസ് 5 m/s. അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്നത് 18 km/h. അതെടുക്കില്ല, പകരം m/s എടുക്കും. 5 m/s. Calculate its acceleration and displacement. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ a is equal to v minus u/t. ഇവിടെ v എന്ന് പറയുന്നത് 15 minus u 5 divided by t 5 second. 10 divided by 5 is equal to 2 m/s². ഇവിടുത്തെ ആക്സിലറേഷൻ വരുന്നത് 2 m/s² ആണ്. then അടുത്ത നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ s = ut plus half at². u initial velocity 5 into time 5 plus half into a 2 into t യുടെ സ്ക്വയർ 5 ന്റെ സ്ക്വയർ 25. അപ്പൊ ഇവിടെ 5 into 5 25 പ്ലസ് ഈ രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്യും. ബാക്കി പിന്നെ 25 മാത്രമേ ഉള്ളൂ. 25 plus 25 50 മീറ്റർ. അപ്പൊ അത്രയും ടൈം കൊണ്ട് ആ കാർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. അപ്പൊ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇനി അതിലേക്ക് നോക്കാം. അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യനില് 4 ഗ്രാഫുകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഗ്രാഫുകൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ പടത്തിലെ ഗ്രാഫ് താഴേക്കാണ് വരുന്നത്. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതുകൊണ്ട് ഇതിന് ആക്സിലറേഷൻ ഉണ്ട്, യൂണിഫോം ആക്സിലറേഷൻ ആണ്. താഴോട്ടായതുകൊണ്ട് അതിനെ നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കത്തില്ല, നെഗറ്റീവ് ആക്സിലറേഷൻ, ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ. അപ്പൊ ഇതിന് യൂണിഫോം റിട്ടാർഡേഷൻ ആണുള്ളത്. ഇനി രണ്ടാമത്തെ പടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ 20 m/s തന്നെയാണ് വെലോസിറ്റി, അത് ചേഞ്ച് ചെയ്യുന്നില്ല. സോ
സോ രണ്ടാമത്തെ ഗ്രാഫിലെ വെലോസിറ്റി 20 ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് യൂണിഫോം. അപ്പൊ രണ്ടാമത്തെ ഗ്രാഫിലെ യൂണിഫോം വെലോസിറ്റി ആണുള്ളത്. ഇനി മൂന്നാമത്തെ ഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കുക, വെലോസിറ്റി കൂടി 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 പോവുകയാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്, സോ യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ആക്സിലറേഷൻ ഉണ്ട്, റിട്ടാർഡേഷൻ ഉണ്ട്, പിന്നീട് ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ, ആക്സിലറേഷൻ മീൻസ് അതിന്റെ വെലോസിറ്റി കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആക്സിലറേഷനും, വെലോസിറ്റി കൂടുമ്പോൾ ആക്സിലറേഷനും വെലോസിറ്റി കുറയുമ്പോൾ റിട്ടാർഡേഷനാണ് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അപ്പൊ നമ്മള് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, വെലോസിറ്റി കൂടുമ്പോൾ ആക്സിലറേഷനും വെലോസിറ്റി കുറയുമ്പോൾ റിട്ടാർഡേഷനും ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ വെലോസിറ്റി കൂടുക കുറയുക കൂടുക കുറയുക അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആക്സിലറേഷനും റിട്ടാർഡേഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഗ്രാഫുകൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് യൂണിഫോം വെലോസിറ്റി? നമ്മൾ പഠിച്ചു യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യരുത്. അപ്പോ ഈ ഗ്രാഫാണ് യൂണിഫോം വെലോസിറ്റി കാണിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, ദി ഗ്രാഫ് ടു ഷോസ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി കാണിക്കുന്ന ഗ്രാഫ് രണ്ടാമത്തെ ഗ്രാഫാണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് നോൺ യൂണിഫോം ആക്സിലറേഷൻ? ഇതിന് ആക്സിലറേഷൻ ഇല്ല, കാരണം ഇതിന്റെ വെലോസിറ്റി യൂണിഫോം ആണ്. വെലോസിറ്റി നോൺ യൂണിഫോം ആയാൽ മാത്രമേ ആക്സിലറേഷൻ ഉണ്ടാവത്തുള്ളൂ. ചേഞ്ച് ഇൻ വെലോസിറ്റിയിൽ മാത്രമേ ആക്സിലറേഷൻ ഉണ്ടാവും. ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേഷൻ ഇല്ല. ഇതിന് ആക്സിലറേഷൻ ഉണ്ട്, പക്ഷേ അത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് യൂണിഫോം ആണ്. ഇതും യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഇത് യൂണിഫോം അല്ല, ആക്സിലറേഷൻ കൂടുന്നു കുറയുന്നു കൂടുന്നു കുറയുന്നു. സോ ബി ക്വസ്റ്റ്യന്റെ ആൻസർ ഗ്രാഫ് 4 ആണ്. നാലാമത്തെ ഗ്രാഫിനാണ് നോൺ യൂണിഫോം ആക്സിലറേഷൻ ഉള്ളത്. അടുത്ത സി ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് ദ മോഷൻ ഓഫ് എ ഫ്രീലി ഫാളിംഗ് സ്റ്റോൺ? അതായത് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു കല്ല്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന കല്ലിന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണുള്ളത്. അത് യൂണിഫോം ആയിരിക്കും, അതായത് അതിന്റെ ആക്സിലറേഷൻ സെയിം ആയിരിക്കും. നമ്മൾ ഈ വർഷവും തുടക്കത്തിൽ പഠിച്ചതാണ്. ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ, ഗ്രാവിറ്റി കൊണ്ടിട്ട് താഴേക്ക് വീഴുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ യൂണിഫോം ആയിരിക്കും. അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെയാണെങ്കിൽ അതിന് ആക്സിലറേഷൻ ആണ്, റിട്ടാർഡേഷൻ അല്ല, ആക്സിലറേഷൻ ആണ്. ആ ആക്സിലറേഷൻ യൂണിഫോമുമാണ്. ഇതിന് ഞാൻ പറഞ്ഞു, ഇതിന് താഴേക്കാണ് വരുന്നത്, സോ ഇത് യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. ഇത് മുകളിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പൊ ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത് നമ്മളെ മൂന്നാമത്തെ ഗ്രാഫിലാണ്. അപ്പൊ മൂന്നാമത്തെ ഗ്രാഫിനാണ് യൂണിഫോം ആക്സിലറേഷൻ കാണിക്കുന്ന ഗ്രാഫ്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഗ്രാഫിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യൂണിഫോം ആക്സിലറേഷൻ കാണിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. മൂന്നാമത്തെ ഗ്രാഫ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് ആക്സിലറേഷൻ കിട്ടണം. അങ്ങനെ നമുക്ക് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ കിട്ടുമെന്ന് നോക്കാം. A is equal to v minus u by t. ആ ഗ്രാഫിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ആദ്യത്തെ ഒരു പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എത്തുന്നത് 2 സെക്കൻഡ് കൊണ്ടാണ്. അപ്പൊ 0-ൽ നിന്ന് 10-ലേക്ക് എത്താൻ 2 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അപ്പോ 10 - 0 ഡിവൈഡഡ് ബൈ t 2 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കൈവരിക്കുന്നു എന്ന് വെച്ചാൽ 0-ൽ നിന്നാണെങ്കിൽ അപ്പൊ v - u by t, v 10 u 0 t. അങ്ങനെയാണെങ്കിൽ 10/2 is equal to 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ ഈ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂന്നാമത്തെ ഗ്രാഫ് നമ്മുടെ ഫ്രീലി ഫാളിംഗ് സ്റ്റോണിനെ കാണിക്കുന്നില്ല. അതല്ല, ഫ്രീലി ഫാളിംഗ് സ്റ്റോണിന് നമുക്കൊരു ആക്സിലറേഷൻ ഉണ്ട്, യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്. അങ്ങനെ ഒരു യൂണിഫോം ആക്സിലറേഷൻ കാണിക്കുന്ന ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് മൂന്നാമത്തെ ഗ്രാഫ് പറയാം. പക്ഷെ നമ്മളടുത്ത് ഇവിടെ ഫ്രീലി ഫാളിംഗ് സ്റ്റോണിന്റെ ആക്സിലറേഷൻ കാണിക്കും. നമ്മൾ മാത്തമെറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഫ്രീലി ഫാളിംഗ് സ്റ്റോണിന്റെ അല്ലെങ്കിൽ ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റിന്റെ എല്ലാത്തിന്റെയും ആക്സിലറേഷൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വേണം. അതിന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. ഗ്രാവിറ്റി കൊണ്ടിട്ടുണ്ടാകുന്ന ആക്സിലറേഷൻ ആണ്. അത് നമ്മൾ ആ നമ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് കിട്ടത്തില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ 9.8 അത് റൗണ്ട് ചെയ്ത് 10 നമുക്ക് വരണം. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ 4 ഗ്രാഫും ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റിനെ കാണിക്കുന്നില്ല. അതേസമയം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാതെ ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റിന്റെ യൂണിഫോം ആക്സിലറേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ് ചൂണ്ടിക്കാട്ടാൻ പറഞ്ഞാൽ നമുക്ക് ഈ തേർഡ് വൺ ചൂണ്ടിക്കാട്ടാം. പക്ഷെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രോബ്ലം ചെയ്ത് നോക്കുകയാണെങ്കിൽ, മാത്തമെറ്റിക്കലി നോക്കുകയാണെങ്കിൽ അതിന് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരാത്തത് കൊണ്ട് ഇവിടെ ഒരു ഗ്രാഫും ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റിനെ നമ്മൾ കാണിക്കുന്നു.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ നമ്മള് ട്യൂഷൻ സെന്ററിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വിട്ടായിരുന്നു നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയത്. കാര്യം ഗ്രാഫും കാര്യങ്ങളും കൊണ്ട് കുറച്ച് വരയ്ക്കാനുള്ളത് കൊണ്ട് അതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു തുടങ്ങിയത്. അപ്പോ ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ വേണം നോക്കാൻ. അപ്പോ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയ ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. താങ്ക് യു.